ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ കാണുന്നത് റോഡ് സൈഡിലുള്ള ഒരു ഒറ്റ നിലയിൽ 4 ലൈൻ കോട്ടേഴ്സാണ്. അപ്പോൾ അതിൻ്റെ ഈ ഫ്രണ്ടിലെ ഫില്ലർ ഓൾറൗണ്ട് കോമ്പൗണ്ട് വാളൊക്കെ ഞങ്ങൾ ചെയ്തൊരു വർക്കായിരുന്നു. അന്ന് ബാക്കിയുണ്ടായിരുന്ന കുറച്ച് പൂയി ഞങ്ങൾ ഈ മൂലയിൽ കല്ലൊക്കെ വെച്ചിട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരുപാട് കല്ല് ബാക്കിയുണ്ട്. ഈ കല്ല് ഇതിൻ്റെ അപ്സ്റ്റെയർ ഉണ്ടാക്കാനുള്ളതാണ്. പിന്നെ ഇവിടെ ഞങ്ങൾ 5 ചട്ടി പൂയിക്ക് 1 ചട്ടി സിമെൻറ്റ് മിക്സ് ആക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കോട്ടേഴ്സിൻ്റെ 4 കോട്ടേഴ്സിൻ്റെ ഫ്രണ്ടും ഉള്ളിലൊക്കെ ഫ്ലോറിങ് മൊത്തമായിട്ട് കാവ്യോണ്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ചെറിയൊരു സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൻ്റെ ഉള്ളിൽ തന്നെ കുറച്ച് സിമെൻറ്റ്, ഇഷ്ടിക, 3/4 ഇഞ്ച് കനമുള്ള മണ്ണിൻ്റെ ടൈലും കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനെ പോയി നോക്കുകയാണെങ്കിൽ ഒരൊറ്റ ബെഡ്റൂം, അതിൻ്റെ ഉള്ളിൽ ഒരു ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ, അറ്റാച്ച്ഡ്. ഇതാണ് ഇതിൻ്റെ കിച്ചന്, അടുക്കള. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഈ അടുക്കളയിൽ ഈ അടുപ്പുണ്ടല്ലോ, അടുപ്പ് കേട് വന്നിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഒരു 3 ഫ്രെയിം നമ്മൾ ചെമ്പട്ടിക്ക് വെക്കാൻ വേണ്ടിയിട്ട് 3 ഫ്രെയിമിൽ ഒരു ഫ്രെയിം പറ്റ കേട് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല അതിൻ്റെ സൈഡിലുണ്ടായിരുന്ന ടൈൽസൊക്കെ ദ്രവിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലയൻറ്റിൻ്റെ ഓർഡർ എന്താ വെച്ചാൽ ആ ഫ്രെയിം മാറ്റി അതുപോലെ ഒന്ന് റീവർക്ക് ചെയ്യാം. അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഞങ്ങൾ ഫസ്റ്റായിട്ട് ചെയ്യണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഈ പഴയ ചെയ്തിട്ടുണ്ടായിരുന്ന ഇഷ്ടികൻ്റെ മുകളിൽ ചെയ്തിട്ടുണ്ടായിരുന്ന കോൺക്രീറ്റ് തേപ്പൊക്കെ അടർത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ഇളക്കം വരാത്ത ഇഷ്ടിക ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇവിടെ ഇതാ ഈ പഴയ ഇഷ്ടിക നല്ല ഉറപ്പുള്ള ഇഷ്ടിക അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. കാരണം നമ്മളിതിൻ്റെ ഫ്രെയിമിൻ്റെ മുകളിലാണ് ചട്ടി വെക്കുക, അതുകൊണ്ട് തന്നെ പേടിക്കാനില്ല. അപ്പം നമ്മൾ ഇളകിയ ഇഷ്ടികളൊക്കെ എടുത്തിട്ട് ഒരു റീവർക്ക് ചെയ്യാനുള്ള ഉദ്ദേശമാണ്. പിന്നെ മാത്രമല്ല നമ്മൾ പുകയില്ലാത്ത അടുപ്പാകുമ്പോൾ പൊതുവേ ഈ സെൻറ്ററിലാണ് നമ്മൾ അടുപ്പിൻ്റെ പൈപ്പ് കൊടുക്കാറുള്ളത്. ഇതൊരു മൂലയിലേക്കാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരുപാട് കാര്യം മനസ്സിലാക്കാനുള്ള എങ്ങനെ വെച്ചാൽ നമുക്ക് എങ്ങനെ അടുപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ അടുപ്പുണ്ടാക്കാൻ പറ്റും. നമ്മൾ അധിക വീടുകളിലും അടുപ്പ് എങ്ങനെ കാണാറ്, അടുപ്പിൻ്റെ നേരെ സെൻറ്ററിലാവും പോകേണ്ട പൈപ്പ് ഉണ്ടാവുക. ഇതിപ്പോൾ നമുക്കൊരു സൈഡിലേക്കാണ്. അതായത് സൗകര്യത്തിനനുസരിച്ച് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ നമുക്ക് ഇതൊക്കെ കണ്ടാൽ മനസ്സിലാവും. പിന്നെ അത് മാത്രമല്ല ഇവിടെ പുക പോണതിന് ഒരു കുഴപ്പമില്ല കേട്ടോ. നല്ല ഉഷാറിൽ പുക പോണ ഒരു ഒരു അടുപ്പാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓവർ റിസ്ക് എടുക്കുന്നില്ല. ആ ഫ്രെയിം തന്നെ അതുപോലെ ഒന്ന് സെറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതാ ആ ഒരു 4 ഇഷ്ടിക മാത്രമേ വെക്കേണ്ട ആവശ്യം വന്നിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഫുള്ളായിട്ട് ഗ്രൗട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഗ്രൗട്ട് എന്ന് പറഞ്ഞാൽ ഇഷ്ടികയൊക്കെ നല്ല ഇഷ്ടികമ്മൽ പുക ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പം സിമെൻറ്റ് നിൽക്കില്ല. അപ്പോൾ നമ്മൾ മെഷീനോട് ഒരു ഹാൻഡ് കട്ടർ ഉപയോഗിച്ചിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്താൽ ഉഷാറാവും. ഇനി നമ്മളിത് എങ്ങനെ ലെവൽ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ഈ മൂലയിൽ ബാക്ക് സൈഡിൽ ഒരു ഒറ്റ നീളത്തിൽ വാട്ടർ ലെവൽ ഒരു കോലുമൽ ഒരു സ്പിറ്റ് ലെവൽ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്തു. അതിന്മേന്ന് ആ ലെവൽമെന്ന് ഈ 3 കഷ്ണത്തിലേക്ക് നമ്മൾ ലെവൽ ചെയ്യുക ചെയ്യുന്നത്. കാരണം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്രെയിം വെക്കാൻ സുഖം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണത്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. സംഭവം ഇതൊക്കെ കുറച്ചൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പല വീടുകളിലും കാണാൻ കഴിയും. ഇതുപോലെ ഈ ഫ്രെയിം, അടുപ്പിൻ്റെ ഫ്രെയിമൊക്കെ പൊട്ടി പോകുന്ന ഒരുപാട് വീടുണ്ടാവും. വീർത്തിട്ട് ഒന്ന് ചീർത്ത് വന്നിട്ടുണ്ടാവും, ബൾജായിട്ടുണ്ടാവും. അതൊക്കെ നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ട് എടുത്തിട്ട് വേറെ അവിടെ ഫിറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് വേണ്ടിയത് ഒരു ഗ്രൈൻഡർ മാത്രമേ ആവശ്യമുണ്ടാവുള്ളൂ. നമ്മൾ കണ്ട ഈ വശത്തെ ഫ്രെയിമിൻ്റെ സൈഡിൽ ഒരു ചെറിയൊരു കനം പുറത്തേക്ക് വെക്കുന്നുണ്ട്. അതെന്തിനാണെന്നറിയോ? നമുക്ക് അവിടെ ഒരു ടൈൽ ഒട്ടിക്കണം, അതിനുള്ളിൽ മണ്ണിൻ്റെ ടൈല്. അപ്പോൾ അതിൻ്റെ ഒരു കനം നോക്കിയിട്ട് അത് അവിടെ വെച്ചു. അപ്പോൾ നമ്മൾ ആ വാട്ടർ ലെവലാക്കി പരത്തിക്കുകയാണെങ്കിൽ ആ 1 ഇഞ്ച് കനാണ് ആ ഫ്രെയിമിനുള്ളത്. അപ്പോൾ ആ 1 ഇഞ്ച് കനം ആ കറക്റ്റ് ലെവലിന്മേൽ അങ്ങനെ നിന്നോളും. നമുക്ക് റിസ്ക് ഇല്ല. മറ്റേത് നമ്മൾ സ്റ്റെപ്പായിട്ട് വരും. ഇതാണ് നമ്മൾ പുതിയ കൊണ്ടുവന്നത്. ഈ പുതിയ കൊണ്ടുവന്നതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇത് ചെറിയ കനം കുറവാണ്. അപ്പോൾ നമുക്ക് കുറച്ച് സിമെൻറ്റ് ഇട്ട് കനം കൊണ്ടുവരാൻ മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ നമ്മൾ ഒരു പുക ഇങ്ങോട്ട് കയറാതൊക്കെ വേണ്ടി നമ്മളൊരു ബ്ലോക്ക് വെക്കാറുണ്ട് ചെറിയ. അതുകൊണ്ടോ അതൊക്കെ വെച്ചിട്ട് തന്നെ ലൂസൊക്കെ കറക്റ്റ് ആക്കിയിട്ട് ഫ്രെയിം റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളിതാ കുറച്ച് ഗ്രൗട്ടിൻ്റെ വെള്ളം, ഈ ഗ്രൗട്ടിൻ്റെ വെള്ളത്തിൻ്റെ കൂടെ തന്നെ ഫയർക്കള ഇല്ലേ, ഫയർക്കള 1 കിലോന് 10 ഉറുപ്പിക ഉള്ളൂ. കുറച്ച് ഫയർക്കള ആ ഗ്രൗട്ടിൽ ഒന്ന് കുഴച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ഉണ്ടായിട്ടല്ല. ഞാൻ കുഴച്ചില്ലെങ്കിൽ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല, അവിടെ നിന്നോളും. വേറെ കാര്യം നമ്മൾ കുറച്ചവിടെ കുഴച്ചിട്ടുണ്ട്, കുറച്ചിട്ടാൽ മതി. അപ്പോൾ 2 ഫ്രെയിം വെച്ച് അതിൻ്റെ ഇടയിലേക്ക് അതിൻ്റെ ആ പുക പോകാനുള്ള ഗ്യാപ്പൊക്കെ വെച്ച് നോക്കി. അപ്പോൾ ഇതുപോലെ സംഭവം അങ്ങനെ കാണിച്ചു തരാൻ ഒരുപാട് വീടുകൾ ഇങ്ങനത്തെ വർക്ക് ഉണ്ടാവലുണ്ട്. കണ്ടോ, ഇപ്പോൾ നമ്മളിതാ ആ അടുപ്പ് കനം കുറച്ച് കുറവേനി ആ ഫ്രെയിമിന്. അപ്പോൾ അവിടെ കുറച്ച് കുമ്മായിട്ട് കണ്ട് നേരെ അതിന് ലെവലാക്കി വെക്കുക. കണ്ടോ, എന്നിട്ട് ഇനി അതിലേക്ക് ഗ്രൗട്ടിൻ്റെ വെള്ളം ഒഴിച്ചാൽ മാത്രം മതി. അതിലേക്ക് പതിച്ച് വെച്ചാൽ മതി. നമുക്ക് ഇങ്ങനത്തെ വീഡിയോകൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ടെൻഷൻ പോയി കിട്ടും. മറ്റേത് നിൽക്കൂലേ എന്നുള്ള സംശയം ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടാവും. അപ്പോൾ സാധാരണക്കാർക്കൊക്കെ അത് ഉപകാരപ്പെടും. ഇനി നമ്മൾ വേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡിലത്തെ ഇഷ്ടിക 1:1 ആ മണ്ണിൻ്റെ ടൈൽ വിരിക്കുന്നുണ്ടോ, ആദ്യം നമ്മൾ വിരിക്കുമ്പോൾ അത് ചെയ്യേണ്ടി അറിയോ, ആ കനത്തിനനുസരിച്ച് ഫുള്ളായിട്ട് വെച്ചുകാണ്ട് ഫിറ്റ് ചെയ്യണം, ഗ്രൗട്ട് വെള്ളം ഒഴിക്കാതെ. എന്നിട്ട് ഫുള്ള് റെഡി ആയതിൻ്റെ ശേഷം മാത്രം ഗ്രൗട്ട് വെള്ളം ഒഴിച്ചുകാണ്ട് ഓരോന്ന് ഫിറ്റ് ചെയ്യുക.
അപ്പോൾ നമുക്ക് ആ ഓട് 3/4 ഇഞ്ച് കനാണെങ്കിൽ കുറച്ച് സിമെൻ്റ് ഒന്ന് പരത്തിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് നോക്കുക എന്താ പാട് കനുണ്ടോ കനില്ല എന്നുള്ളതൊക്കെ. അത് അതിനനുസരിച്ച് വെക്കാൻ മാത്രമേ ഉള്ളൂ. അത് നമ്മളൊരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഓട്ടോമാറ്റിക് ഐഡിയ വരും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടിയിൽ വിറക് വെക്കുന്ന ഏരിയയിൽ കണ്ടോ 4 ടൈൽസ് കറക്റ്റ് ഫിറ്റിംഗ് ആക്കി വെച്ചതിന് ശേഷം അത് എടുത്തിട്ട് ഓരോന്നൊക്കെ ഗ്രൗട്ടിൻ്റെ വെള്ളം വെച്ച് കണ്ട് അവിടെ വെച്ച് ഫുൾ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഈ അടുപ്പ് ഉണ്ടാക്കുന്ന വർക്ക് മാത്രമായിരുന്നു ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഈ കൊട്ടത്തളം ഒരു മണിക്കൂറിൻ്റെ പണിയല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൊട്ടത്തളത്തിന് ഇവിടെ കുറച്ച് പഴയ ടൈൽസൊക്കെ ഉണ്ടായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം വേണ്ടി എന്താ പറയുക കാവി, അതായത് ബ്ലാക്ക് കറുത്ത കാവിയാണ് കൊട്ടത്തളത്തിൻ്റെ ഉള്ളിലിട്ടിട്ടുള്ളത്. അപ്പോൾ അത് മെഷീൻ കൊണ്ട് ഹാൻഡ് കട്ടർ കൊണ്ട് നല്ല വരട്ടിട്ട് ആ വരമ്മൽ കട്ടി ഗ്രൗട്ട് ബ്രഷ് ചെയ്തു. അതൊക്കെ ഇവിടെ കാണാൻ കഴിയും. ഫുള്ളായിട്ട് ബ്രഷ് ചെയ്തു. ബ്രഷ് ചെയ്യാതെ ഒന്നും ടൈൽസ് ഒട്ടിക്കരുത്. അതിൻ്റെ ശേഷം നമ്മൾ നല്ല ഗ്രൗട്ടോട് ആ ഉള്ളിലെ സൈഡൊക്കെ വെച്ചിട്ടുണ്ട്. അതായത് ഇവിടെ ബാത്റൂം ഒട്ടിച്ച സമയത്ത് കുറച്ച് വെള്ള ടൈലുണ്ടേനി, അതെടുത്ത് കണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ചെറിയൊരു 1/2 സെൻറ്റ് കനം പുറത്തേക്ക് ചാടിച്ചിട്ടുണ്ടായിരുന്നു. ആ ചാട്ടം കറക്റ്റാക്കിയിട്ട് ഞങ്ങൾ കുമ്മായം പരത്തി ഇപ്പം അതിൻ്റെ മുകളിൽ ഗ്രൗട്ട് പേസ്റ്റ് ആക്കിയിട്ട് നേരെ ഓരോ ചെറിയ പീസ് വെച്ചതും ഇവിടെ കാണാൻ കഴിയും. അപ്പം എങ്ങനത്തെ വർക്ക് കണ്ടാൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നമുള്ള കാര്യമില്ല, സിമ്പിളാണ്. കണ്ടോ ആ സാധനമൊക്കെ വെച്ച് ഇനി നമുക്കിത് മോൾഡ് ചെയ്യണമെങ്കിൽ മോൾഡ് ചെയ്യാം, ഉണങ്ങിയതിന് ശേഷം മോൾഡൊക്കെ ചെയ്യാം. ഇനി നമ്മളിത് അവിടെ കുറച്ച് പഴയ അടുപ്പുണ്ട് മണ്ണിൻ്റെ, ഈ ടൈൽസ് അടുപ്പിൻ്റെ സൈഡിലൊക്കെ ഒട്ടിക്കണം കറുപ്പ് ടൈൽസ് ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ക്ലൈൻറ്റിന് എന്താ വെച്ചാൽ ഒരു 5-6 ടൈൽസെല്ലാം ഒട്ടിക്കാനുള്ളൂ, അരമണിക്കൂറിൻ്റെ പണിയല്ലേ ഉള്ളൂ, ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല കണ്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടൈൽസിൻ്റെ കനം ഹൈറ്റ് എത്ര നോക്കിയിട്ട് അതിനനുസരിച്ച് ഞങ്ങൾ മെഷീൻ കൊണ്ട് ഫുള്ളായിട്ട് ഗ്രൈൻഡർ കൊണ്ട് വരട്ടിട്ടുണ്ട്. നമ്മൾ പെയിൻ്റ് അടിച്ച് ചുമരായതുകൊണ്ട് നല്ല വരട്ടിട്ട് ആദ്യം ഗ്രൗട്ടും വെള്ളം കൊടുത്തിട്ട് അതിൽ എന്ത് ചെയ്യുക, ഗ്രൗട്ടിൻ്റെ വെള്ളം കൊണ്ടൊന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം ഗ്രൗട്ട് പേസ്റ്റ് മൊത്തമായിട്ടൊന്ന് തേക്കുക. ഗ്രൗട്ടിൻ്റെ പേസ്റ്റ് തേച്ചതിന് ശേഷം നമ്മൾ ഓരോ ടൈൽസിലാക്കിയിട്ട് നമ്മളങ്ങനെ ഒട്ടിച്ച് വെച്ചാൽ നല്ല ലൈഫ് ടൈം ഉണ്ടാവും. കാരണം ചൂട് കെട്ടുന്ന സ്ഥലമല്ലേ. അപ്പോൾ ഇതാ ഇവിടെ ടൈൽ ഒട്ടിക്കണ കാണാൻ കഴിയും. ഇതൊക്കെ സംഭവം ഒരു പ്രശ്നമുള്ള കാര്യമല്ല, സിമ്പിള്. ഓരോ ടൈൽസ് ഇങ്ങനെ വെക്കണമെങ്കിൽ കൂടെ കാണാൻ കണ്ടോ. ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ വർക്ക് കഴിഞ്ഞില്ലേ. ആ പൈപ്പ് തിരിച്ച് വെച്ച് നോക്കണ്ട, അത് ലെവലാക്കാനുള്ളതാണ്. അതിന് കുറച്ച് വെള്ളം ഇങ്ങനെ ഉറ്റി വരുന്നുണ്ട്, അതുകൊണ്ട് അതങ്ങനെ വെച്ചതാട്ടോ. റെഡ് ഓക്സൈഡൊക്കെ കൊടുത്ത് റെഡ് ഓക്സൈഡിൻ്റെ ഏരിയയിൽ നമ്മൾ കാവിപ്പൊടി ഒരു 100 ഗ്രാം കാവിപ്പൊടി കൊണ്ടുവന്നാണ്ട് ഇതൊക്കെയാണ് അത് ഫുള്ള് പുട്ടിയിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ സിമെൻ്റ് കൊണ്ട് തന്നെയാണ് പുട്ടിയിട്ടുള്ളത്. ഇനി നാളെ ഒന്ന് തേച്ച് കഴിയുക, ഫുള്ള് റെഡിയായി. അത്രേ ഉള്ളൂ പരിപാടി. ഇപ്പം നമ്മൾ കാണുന്നത് ഈ കോട്ടേഴ്സിലെ ആളുകൾ വേസ്റ്റ് കൊണ്ടുപോയിടുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വേസ്റ്റ് കൊണ്ടുപോയിട്ട് കണ്ട് കത്തിക്കാറായിരുന്നു പതിവ്. അപ്പോൾ ഇങ്ങനെ കത്തിച്ച് കഴിഞ്ഞ ചണ്ടികളൊക്കെ ഈ മഴ പെയ്തിട്ട് നേരെ ഒലിച്ചു പോകുന്നുണ്ട്. അപ്പം ക്ലൈൻറ്റിന് ഇവിടെ ഒരു വേസ്റ്റ് കുഴി ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ ഈ കാണുന്ന സ്ഥലത്ത് കുഴിച്ചുണ്ടാക്കുക പറഞ്ഞാൽ ഒരുപാട് റിസ്ക്കാണ്. അപ്പോൾ ഞങ്ങൾ അതായത് ക്ലൈൻറ്റിന് 1 മീറ്റർ വീതിയും 1.5 മീറ്റർ ഉള്ളളവ് കിട്ടുന്ന കുളത്തിൽ ഒരു 3 വരി ഹൈറ്റിൽ ഈ കാണുന്ന ഭൂമി നിരപ്പിൽ മണ്ണിൻ്റെ മുകളിൽ പടുക്കുക എന്നുള്ള ഒരു ടെക്നിക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എങ്ങനെ സിമ്പിളാക്കി ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ സൈറ്റിൽ ഒരുപാട് പഴയ കിണറിൻ്റെ അളമാർക്കൊക്കെ ഉള്ള വളഞ്ഞ കല്ലുകളൊക്കെ ഉണ്ട്, അതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യം ആ ചുമരിൽ നിന്ന് ഒരു 1.20 നീളം വീതി കൊടുത്തിട്ടുണ്ട്. കാരണം 1.20 കൊടുത്തെങ്കിൽ നമുക്ക് ഉള്ളിൽ 1 മീറ്റർ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കണ്ടോ 1.5 മീറ്റർ കൊടുത്തിട്ട് ഒരൊറ്റ വരി ഫ്രെയിമാക്കി. പക്ഷേ ഇതിന് നമ്മൾ ഫൗണ്ടേഷൻ കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാനുള്ള കാര്യം എന്താ വെച്ചാൽ ഈ കാണുന്ന മൂലയിൽ ഫസ്റ്റത്തെ ഒരു മൂല മാത്രം ചുവന്ന മണ്ണ് ഉണ്ടായിട്ടുള്ളൂ, ബാക്കിയുള്ളതൊക്കെ ചതുപ്പായിരുന്നു. ഈ ചീഞ്ഞ് ചണ്ടിയൊക്കെ ചീഞ്ഞ് ചതുപ്പാണ് വെള്ളം നിൽക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ ചെയ്തറിയോ, ഇവിടെ ഉണ്ടായിരുന്ന കുറേ ചീടി മണ്ണുണ്ട്, ആ ചീടി മണ്ണ് കൊണ്ടുപോയി ആ ഭാഗത്തിട്ട് കണ്ട് നമ്മളെ കണ്ണിനൊന്ന് ലെവലാക്കി എടുത്ത് ഈ ചുവന്ന മണ്ണിലേക്ക് കറക്റ്റ് ആ ചീടി മണ്ണിട്ടിട്ട് നമ്മളെ ഫ്രെയിമിൻ്റെ അളവ് വരുന്ന കോലത്തിലൊന്ന് ലെവൽ ചെയ്തിട്ട് അതിൽ ഫസ്റ്റത്തെ ഒരു ഒറ്റ വരി കറക്റ്റ് അളവ് ലെവൽ ചെയ്തതിന് ശേഷം നമ്മൾ വെറും ഇവിടുത്തെ പഴയ കല്ലുകൾ വെറുക്കി വെച്ചിട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ലാസ്റ്റ് 3ാമത്തെ വരി മാത്രം എന്ത് ചെയ്യുക, ഒന്ന് നൂലിന് കറക്റ്റ് ഒന്ന് നൂലുകൊണ്ട് കറക്റ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വർക്ക് കഴിഞ്ഞ്. അതായത് ഇതിൻ്റെ ഇടയിലൊന്നും സിമെൻറ്റ് ഇടേണ്ട ആവശ്യമില്ല, അത്രയും സിമ്പിള് കണ്ടോ. അപ്പം നമ്മൾ കയ്യിൽ ഒരു ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ ഏത് ഷേപ്പില്ലാത്ത കല്ലും നമുക്ക് സിമ്പിളാക്കിയിട്ട് പോയിൻ്റ് ചെയ്യാൻ കഴിയും. നമ്മളൊരു ഗ്ലൗസ് ഉപയോഗിച്ചാൽ നമുക്ക് ഏത് കല്ലും ഷേപ്പില്ലാത്ത കല്ലൊക്കെ തമ്മിൽ കൂട്ടിച്ചേർക്കാൻ ഏറ്റവും സുഖം ഗ്ലൗസ് ഉപയോഗിച്ചിട്ടാണ്. ചട്ടയം കൊണ്ട് അത്ര സുഖം ഉണ്ടാവില്ല ഒരിക്കലും. പിന്നെ ഇപ്പം കണ്ട അതിൻ്റെ മുകൾ ഭാഗം നമ്മളിതാ ഇവിടെയാണ് ഞങ്ങൾ വാട്ടർ ലെവലാക്കുന്നത്. അടിയിലൊന്നും വാട്ടർ ലെവലാക്കരുത്. നമ്മൾ എന്ത് കെട്ടിക്കൊണ്ടിരുമ്പോഴും ഇങ്ങനത്തെ കെട്ടിനൊക്കെ നമ്മളെ അടിയിലെ വാട്ടർ ലെവൽ പറഞ്ഞാൽ നമ്മളെ കണ്ണാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ കറക്റ്റ് ആ കോലുമ്മൽ ഒരു സ്പിറ്റ് ലെവൽ വെച്ചുകൊണ്ട് ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്നറിയോ, അതിൻ്റെ മുകളിലാണ് നമ്മൾ സ്ലേവ് ഇടുക. അപ്പോൾ സ്ലേവ് ഇടാനുള്ള സമയം ഇന്നില്ല. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ സ്ലേവ് ഇടാണ്ട്. അപ്പോൾ സ്ലേവ് എങ്ങനെ ഇടേണ്ടി വെച്ചാൽ 3 പീസ് സ്ലേവ് ഇടുക. പീസ് സ്ലേവ് എന്തിനാ ഇടണമെന്ന് വെച്ചാൽ നമുക്ക് ചണ്ടി പെട്ടെന്ന് വാരാനാണ്. അപ്പോൾ കോട്ടേഴ്സൊക്കെ അല്ലേ ഒരുപാട് ചണ്ടി വരാനുണ്ടാവും.
അപ്പോൾ ഈ സ്ലേവ് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിതാ ഈ കാണുന്ന മൂലയിൽ കണ്ടോ, ഈ ചുമരിൻ്റെ മൂലയിൽ നമ്മൾ ആ കറക്റ്റ് ചുമരിൻ്റെ വാട്ടർ ലെവലിനനുസരിച്ച് കണ്ട് ചെറിയൊരു കഷ്ണം പടുത്ത് കണ്ട് ലെവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്ലേവിൻ്റെ ഇടയിൽ തന്നെ ചെറിയൊരു ഓൾസ് കൊടുക്കുകയാണെങ്കിൽ ആ ഓൾസിലൂടെ ചണ്ടി കൊണ്ടുപോയിടുക. നമുക്കൊരു എയർ പൈപ്പ് കൊടുക്കുക. പിന്നെ മാത്രമല്ല കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പീസ് സ്ലേവുകൾ നീക്കിക്കാണ്ട് കറക്റ്റ് ചണ്ടിയൊക്കെ വാരാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.